കേരളം എന്തായാലും കണ്ടിരിക്കേണ്ട പരിചയപ്പെട്ടിരിക്കേണ്ട ഒരു വണ്ടിയും അതിന്റെ ഉടമയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്. ദേ ഈ കാണുന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഓക്കെ, ബ്രേക്ക് ചവിട്ടിപ്പെടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്യുക. ഒരു സെന്നിലെ സീറ്റാണോ നിങ്ങളിപ്പോ ഈ കണ്ടോണ്ടിരിക്കുന്നത്? നോക്കിക്കേ ഇതിന്റെ അകത്ത് മുമ്പോട്ടും പുറകോട്ടും ആക്കാം, ചാര അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ തൈ സപ്പോർട്ടില് ഹൈറ്റ് കൂട്ടാൻ കുറയ്ക്കാം. പിന്നെ നടുവില് ഇവിടെ ഹൈറ്റ് കൂട്ടാൻ കുറയ്ക്കാം. എന്റെ ദൈവമേ, നിങ്ങൾ നോക്കി, ഇതൊരു സെന്നാണ് സത്യം പറഞ്ഞു അല്ലെ. നേരെ മുകളിലോട്ട് നോക്കിയാൽ നിങ്ങൾ സൺറൂഫ്, നമ്മുടെ സെന്നിലാണ് നിങ്ങളിപ്പോ ഈ കാണുന്ന ഈ ഒരു സൺറൂഫ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ ഒരു സാധാ നോർമൽ ഒരു സെന്ന് കണ്ടോ, ബാക്കിലൊക്കെ ഒന്നുമില്ല നമുക്ക് പ്രത്യേകിച്ച് പറയാം. പക്ഷെ ഇതിന്റെ ഡിക്കി തുറന്നു കഴിയുമ്പോഴാണ് നിങ്ങൾ വിചാരിക്കും, ഓ ഇതെന്താ ഒരു സെന്ന്, ഒരു 2005 മോഡൽ ഒരു സെന്ന്, എന്താണ് ഈ ഒരു വണ്ടിക്കുള്ള പ്രത്യേകത, അതിന്റെ പ്രത്യേകതകൾ, ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്ന ഫീച്ചറുകൾ എന്തെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ചെല്ലും ഈ വണ്ടി ലക്ഷങ്ങൾ കൊടുത്ത് മേടിക്കാൻ അല്ലെ. എത്ര രൂപ വരെ ഈ വണ്ടിക്ക് വില പറഞ്ഞിട്ടുണ്ട്? 3.5 ലക്ഷം രൂപ വരെ വില പറഞ്ഞിട്ട് കൊടുക്കാതിട്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത്. ജിജോ ബ്രോ നമസ്കാരം. നമ്മൾ തമ്മിൽ അറിയാം, എന്തായാലും ഒന്ന് പരിചയപ്പെടുത്തേക്ക്. എൻ്റെ പേര് ജിജോ എന്നാ, ട്രിവാൻഡ്രത്താണ് എൻ്റെ വീട്. ട്രിവാൻഡ്രം ആണ്. ഈ ഒരു വണ്ടിയുടെ മുതലാളിയാണ്, പ്രൗഡ് ഓണറാണ്. വണ്ടിയെ കുറിച്ച് പറയാനാണെങ്കിൽ 2005 മോഡൽ, സിംഗിൾ ഓണർ, അതായത് 2005 മുതൽ സിംഗിൾ ഓണറായും അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് നിങ്ങളെ ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ഏതാണ് കളർ? സ്പ്ലെൻഡഡ് സിൽവർ. ഇത് നിങ്ങൾ നോക്കിയേ, കമ്പനിയിൽ നിന്ന് ഇറങ്ങി എങ്ങനെയാണോ അതേപോലെയാണ് കിടക്കുന്നത് ഇപ്പോഴും. നമ്മൾ ഹെഡ്ലൈറ്റ് കസ്റ്റം ചെയ്തിട്ടുണ്ട്. അതെ, ഒരു DRL-ഉം ഇൻഡിക്കേറ്ററും കൂടി ഉള്ളത് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഹെല്ലയുടെ ഒരു LED ഹെഡ് ലാമ്പ് കൂടെ ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ജിജോ ബ്രോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ എൻജിൻ റൂം, അതാ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സാധനമാണ്. അതായത് എന്താ പറയുക, ഇതിന്റെ എൻജിൻ റൂം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വണ്ടി മുതലാളി എത്രത്തോളമാണ് ഭംഗിയായിട്ടാണ് നോക്കുന്നതെന്ന്. കണ്ടോ, ഇതാണ് എൻജിൻ റൂം. ഇതാവണം എൻജിൻ റൂം ഒരു വണ്ടിയുടെ. എന്റെയൊക്കെ തുറന്നു കഴിഞ്ഞോട്ടല്ലോ കോമഡി ആയിരിക്കും സത്യം പറയാം. നമ്മൾ പുറമേയൊക്കെ ഭംഗിയാക്കി നടക്കാൻ ശരിക്കും ഒരു വണ്ടിപ്പരാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇത് നോക്കിയാൽ ഒരു തരി മണ്ണ്, ഒരു തരി ചെളി, ഒരു തരി അഴുക്ക് എവിടെങ്കിലും ഇതൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുമോ? സത്യം പറഞ്ഞ വണ്ടി ഞാൻ ഇപ്പോഴാണ് നേരിട്ടൊന്ന് കാണുന്നത്. പക്ഷേ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. ആ രീതിയിൽ തന്നെ പക്കായിട്ട് നല്ല ഫിനിഷിങ്. ഇത് ഇവിടെ ഒരു പൊടി പോലും ഇല്ല നമുക്ക് സ്പോട്ട് ചെയ്യാൻ. ആ രീതിയിൽ ഭംഗിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ എഞ്ചിൻ ബേയിൽ ചെയ്തിരിക്കുന്നത്? എഞ്ചിൻ ബേയിൽ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ ഇത് തന്നെയാണ്, ഈ KNന്റെ ഫിൽട്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പുറമേ കാണുന്ന നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റുന്ന പാർട്സുകൾ എഞ്ചിൻ ഇതുവരെ ഇറക്കിയിട്ടില്ല. എത്ര കിലോമീറ്റർ ഓടിയ വണ്ടി? 81,000 കിലോമീറ്റർ ഓടിയ വണ്ടി. അടിപൊളി. ഓക്കെ, അപ്പോൾ എല്ലാം നമ്മൾ തന്നെ ഓടിച്ചിരിക്കുന്നത്, കൈമാറിയിട്ടില്ല. ആരെങ്കിലും ഓടിച്ചിട്ടുണ്ടോ വണ്ടി? വേറെ കുറച്ചു കാലം അച്ഛൻ ഓടിച്ചിട്ടുണ്ട്, കുറച്ചു കാലം അത്രേ ഓടിച്ചിട്ടുള്ളൂ. ഓക്കെ, വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്കും അലോയ്സ് എത്ര ഇഞ്ചാണ്? 15 ഇഞ്ചിന്റെ ഒപ്ട്ര അലോയ്. 15 ഇഞ്ച് ഒപ്ട്ര അലോയ്സ് ആണ്. അപ്പോൾ ഈ ഒപ്ട്ര അലോയ്സ് ചെയ്യുന്ന ഒരു നമ്മുടെ കേരളത്തിന്റെ നിയമം അനുസരിച്ച് അറിയാലോ, പുറത്തേക്ക് കിടക്കാൻ പാടില്ല. പക്ഷെ ഇതിന്റെ കറക്റ്റ് ബോഡി ലെവൽ, ഒരു പൊടിക്കോലും ചാട്ടമില്ല. അതെന്താണ് എന്റെ പ്രത്യേകത? അതിൽ ഞാൻ ഇതിന്റെ നക്കിള് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏതിന്റെ ആയിട്ടിരിക്കുന്നത്? നക്കിള് കിടക്കുന്നത് സെന്ന് ഡീസലിന്റെ. ഓക്കെ, അതാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത് നമുക്ക് പുറത്തോട്ട് ചാടാതെ വരുന്നത്. ഓക്കെ, അതും 15 ഇഞ്ച് വീലിട്ട് നോക്കിക്കേ, ഇത്രക്ക് പക്കാ ബോഡി ലെവലിൽ കിടന്ന് നല്ല വൈറ്റ് കളർ അല്ലെ, വൈറ്റ് കളറാക്കിയിരിക്കുകയാണ്. ഗംഭീരം. അതേപോലെ തന്നെ അടിയിൽ നമ്മൾ ചെറിയൊരു സൈഡ് സ്കർട്ടും കാര്യങ്ങളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ ഒരു സാധാ നോർമൽ ഒരു സെന്ന് കണ്ടോ, ബാക്കിലൊക്കെ ഒന്നുമില്ല നമുക്ക് പ്രത്യേകിച്ച് പറയാം. പക്ഷെ ഇതിന്റെ ഡിക്കി തുറന്നു കഴിയുമ്പോഴാണ് ആ ഒരു ഗാംഭീര്യത നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. കിടിലനായ ഒരു സൗണ്ട് സിസ്റ്റം അല്ലെ, ഒരു JBL-ന്റെ 12 ഇഞ്ചിന്റെ സബ് ആംബ് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ സ്പീക്കറൊക്കെ അതൊക്കെ നോക്കി എന്ത് പെർഫെക്ഷൻ ആയിട്ടാണ് നോക്കി ഒന്ന് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, എന്ത് ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്ത്, അടിപൊളി. അപ്പോൾ വിശദമായിട്ട് നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മുടെ ഡോർ പാഡ് ഇത് നോക്കിയേ, നല്ല ഭംഗിയായ രീതിയിൽ നല്ല ഫിനിഷിങ്ങിൽ ചെയ്തിരിക്കുന്നത്. കമ്പനി ഫിനിഷിങ് ഇപ്പോഴും ഒരു ഗ്ലോസി ബ്ലാക്ക് കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല പക്കയാക്കിയിട്ടുണ്ട്. ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ സീറ്റ്, എന്താണ് ജിജോ ബ്രോ സീറ്റിനെ കുറിച്ച് പറയാനുള്ളത്? ഇത് സ്കോഡ ലോറയുടെ സീറ്റാണ്. അഡ്ജസ്റ്റബിൾ ആണ്. ഒരു സെന്നിലെ സീറ്റാണോ നിങ്ങളിപ്പോ ഈ കണ്ടോണ്ടിരിക്കുന്നത്? നോക്കിയേ ഇതിന്റെ അകത്ത് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് നോക്കിയിട്ടിരിക്കുന്നത്. ഫുള്ള് എന്തൊക്കെ ഓപ്ഷൻസ് ഇതിൽ വരുന്നത്, നമുക്ക് ഫുൾ അഡ്ജസ്റ്റ് ചെയ്യാം. അതെ, ഇതില് മെമ്മറി ഫംഗ്ഷൻ ഒഴിച്ച് ബാക്കിയുള്ള 8 ഫംഗ്ഷൻസും വർക്ക് ചെയ്യും. അടിപൊളി. മുമ്പോട്ടും പുറകോട്ടും ആക്കാം, ചാര അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ തൈ സപ്പോർട്ടില് ഹൈറ്റ് കൂട്ടാൻ കുറയ്ക്കാം. പിന്നെ നടുവില് ഇവിടെ ഹൈറ്റ് കൂട്ടാൻ കുറയ്ക്കാം. എന്റെ ദൈവമേ, നിങ്ങൾ നോക്കി, ഇതൊരു സെന്നാണ് സത്യം പറഞ്ഞു അല്ലെ. പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്.
ദേ ഈ കാണുന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഓക്കെ, ബ്രേക്ക് ചവിട്ടിപ്പെടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്യുക. വീണ്ടും കൊടുകൈ ഗംഭീരം. അപ്പോ ഈ ബട്ടണിൽ തന്നെ എല്ലാ കീ സെറ്റും വർക്ക് ചെയ്യുന്നുള്ളതാണ്. അതായത് ഒന്ന് പറഞ്ഞു ഫസ്റ്റ് സ്റ്റാർട്ടില്, അതായത് ഫസ്റ്റ് പ്രസ്സില് ഇതില് ACC ഓൺ ആവും. ഓക്കെ, ഫസ്റ്റ് ബട്ടണിൽ നമ്മുടെ സിസ്റ്റം ഓൺ ആയി, ACC ഫുൾ ഓൺ ആവും. ഓക്കെ, സെക്കൻഡ് ഇതില് ഇഗ്നിഷൻ ഓൺ ആവും. ഇഗ്നിഷൻ ആണോ? സെക്കൻഡിലെ ഓൺ ആവത്തോ? അതെ. ഓക്കെ, പിന്നെ നമ്മൾ രണ്ടാമത് സ്റ്റാർട്ട് ആവണമെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യണം. ബ്രേക്ക് ചവിടണോ? അതെ, എന്നാൽ മാത്രമേ ഇത് സ്റ്റാർട്ടിലോട്ട് വർക്ക് ആയിട്ടുള്ളൂ. എന്റെ പൊന്നെ, മൂന്നാമത്തെ തവണ വണ്ടി സ്റ്റാർട്ടായി. അതെ, ഓക്കെ, നമുക്കിപ്പോ സിംഗിൾ ടച്ചിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതെ, ഇപ്പൊ നമ്മളിപ്പോ പെട്ടെന്ന് വന്നിട്ട് കയറി ഇരുന്നിട്ട് ബ്രേക്ക് വെട്ടിട്ട് വിട്ട് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവും. ബ്രേക്ക് ചവിട്ടിയാൽ എപ്പോഴും സ്റ്റാർട്ട് ആവും. ഓക്കെ, അടിപൊളി. പിന്നൊരു കാര്യം, നേരെ മുകളിലോട്ട് നോക്കിയാൽ നിങ്ങള് സൺറൂഫ്, സെന്നില് സൺറൂഫ്. എനിക്ക് തോന്നുന്നു നമ്മുടെ സെന്നിൽ സൺറൂഫ് ചെയ്യുന്ന ആദ്യ കാലഘട്ടത്തിൽ ചെയ്ത ഒരാളാണ് അല്ലെ? ഓക്കെ, ഒന്ന് അകത്തുനിന്ന് കാണിച്ചു കൊടുത്തേ. ഇത് കണ്ടോ, അതെ നമ്മുടെ സെന്നിലാണ് നിങ്ങളിപ്പോ ഈ കാണുന്ന ഈ ഒരു സൺറൂഫ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി. പിന്നെ പറയേണ്ടത് നമ്മുടെ സ്റ്റിയറിംഗ് വീലാണ്. ഇതൊക്കെ നമ്മുടെ കമ്പനിയുടെ ഡീലക്സിന് വരുന്ന സ്റ്റിയറിംഗ് വീലാണ്. ഇതിനിപ്പോ ഏകദേശം ഉണ്ടല്ലോ ഒരു 3000 രൂപ വിലയില്ലേ? 3000 കിട്ടത്തില്ല. എത്രയാണ് കൊടുക്കുന്നത്? ഇപ്പോ 6000 ഒക്കെയാണ് ഓരോരുത്തർ സെയിൽ ചെയ്യുന്നത്. എന്റെ പൊന്നെ, 6000 റാപ്പിംഗ് ഒക്കെ ഉള്ള സ്റ്റോക്ക് സാധനത്തിന് 6000 രൂപ ഈ ഒരു സ്റ്റിയറിംഗിന് വില. മോമോ സ്റ്റിയറിംഗ് കിട്ടും, സ്വിഫ്റ്റിന്റെ ഒറിജിനൽ സ്റ്റിയറിംഗ് കിട്ടും 2000 രൂപയ്ക്ക്. പക്ഷെ ഇത് കിട്ടണമെങ്കിൽ 6000 രൂപ. ഇതിൽ ആക്ച്വലി വരുന്നത് ലൈറ്റ് ഗ്രേ ആണ് വരുന്നത്. ഞാൻ ഇതിനെ കുറച്ചും കൂടി ബ്ലാക്ക് ആഡ് ചെയ്തിട്ട് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രേ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഡാഷില്. അതെ, ഫുള്ളി റീപെയിന്റഡ് ആണ്. ഡാഷ്, ഈ പാനൽസുകൾ, ഇതിലുള്ള ഫുൾ പ്ലാസ്റ്റിക് പാർട്സും ഇളക്കി പെയിന്റഡ് ആണ്. ഫുള്ള് പെയിന്റഡ് ആണ്. അതെ, അടിപൊളി. ഞാൻ ഇത് കമ്പനി ഇതിൽ വരുന്ന കമ്പനി വരുന്നത് കുറച്ച് ലൈറ്റ് ആണ്. ഞാൻ കസ്റ്റം ചെയ്ത് നമ്മുടേതായ ഒരു രീതിക്ക് ബ്ലാക്ക്, കുറച്ച് ബ്ലാക്ക് ആഡ് ചെയ്ത് ഡാർക്ക് ഗ്രേ ആക്കിയത്. അടിപൊളി. പിന്നെ നമ്മുടെ ഗിയർ നോബ് മാറിയിട്ടുണ്ട്. പിന്നെ ഗിയറിന്റെ ഇത് എക്സ്റ്റൻഡർ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റീരിയോ വന്നപ്പോ ഇതിനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായി തട്ടാതിരിക്കാൻ. അപ്പോ ഇതിനെ എക്സ്റ്റൻഡർ വെച്ചിട്ട് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ആരും കാണണ്ട. ഓക്കെ, പിന്നെ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോഴത്തേക്കും ഇവിടെ കണ്ടോ, അതെ ഒരു RPM മീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആൻഡ്രോയിഡ് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര ഇതെന്ന് വെച്ചാൽ പക്ക നീറ്റ് ആയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും നമുക്കൊരു സ്റ്റോക്ക് അല്ല, ഇത് കമ്പനി തന്നതാണെന്ന് നമുക്ക് തോന്നത്തുള്ളൂ. അപ്പോ എന്താ പറയാ, ഒന്നും പറയാനില്ല വാക്കുകൾ. ആ രീതിയിലാണ് ശരിക്കും ഈ ഒരു സെന്ന് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോ ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് വെച്ചാൽ നമ്മുടെ അങ്കമാലിയിൽ നമ്മുടെ MZR-ന്റെ മീറ്റപ്പിനാണ് നിൽക്കുന്നത്. ഏകദേശം ഒരു 100 വണ്ടിയോളം ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ? ഏകദേശം ഒരു 100 വണ്ടി എടുത്ത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജിജോ ബ്രോയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. കാരണം നമ്മളൊരു സെൻ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരുപാട് സംശയങ്ങൾ വരും. സംശയം വരുന്ന സമയത്ത് ഞാൻ ആദ്യം വിളിക്കുന്നത് ജിജോ ബ്രോയാണ്. കൃത്യമായിട്ട് ഇന്ന സാധനങ്ങളാണ് ഗോവിന്ദ ഉപയോഗിച്ചാൽ മതി എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ ഈ വണ്ടി ഒന്ന് കാണണം, നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്ന് എൻ്റെ വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു. കൂടാതെ തന്നെ സെന്നുള്ള എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, ജിജോ ബ്രോയുടെ വണ്ടി എന്തായാലും കൊണ്ടുവരണം നമ്മുടെ ചാനലിൽ. അങ്ങനെ ആ ഒരു ഭാഗ്യം നമുക്ക് അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ വണ്ടി ഇനി പുള്ളി കൊടുക്കുമെന്ന് തോന്നുന്നില്ല. കൊടുക്കുമോ? ഇല്ല, ഒരു കാരണവശാലും ഇല്ല, കൊടുക്കത്തില്ല. ഇനി വേറെ വണ്ടി ഉപയോഗിക്കുന്നുണ്ട്, എന്നാലും ഇത് കൊടുക്കത്തില്ല. ഇല്ല, അതാണ് നമ്മുടെ സെന്നിന്റെ ഒരു പ്രാന്ത് എന്ന് പറയുന്നത്. അപ്പൊ വണ്ടി നല്ല രീതിയിൽ എനിക്കിത് ഭയങ്കര സന്തോഷം തോന്നിയ വിഷയം കേട്ടോ. കാരണം 10-20 വർഷം പഴക്കമുള്ള ഒരു വണ്ടി ഇതേപോലെ ഇത്രയും വൃത്തിയായിട്ട് സ്റ്റോക്ക് കണ്ടീഷനിൽ കൊണ്ടു നടക്കാന്ന് വെച്ചാൽ അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ്. ഗംഭീരം, സന്തോഷമുണ്ട് ഒരുപാട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മുടെ ജിജോ ബ്രോയുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സെൻ എടുക്കാനും അതേപോലെ തന്നെ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്യാം. ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താ ആവശ്യം ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരെയും സ്മി ഗോവിന്ദ് ആൻഡ് ജിജോ ബ്രോ സൈനിങ് ഔട്ട്.